നിർമ്മാണം നിലച്ചുകിടക്കുന്ന കോലളമ്പ് ഒളമ്പക്കടവ് പാലത്തിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. രണ്ടാം ഘട്ട പ്രവൃത്തികൾക്ക് 31 കോടിയോളം രൂപയാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത്. തകർന്നു കിടക്കുന്ന പൂക്കരത്തറ ഒളമ്പക്കടവ് റോഡിന്റെ നവീകരണത്തിനും ഭരണാനുമതിയായി. നിർമ്മാണം പാതിവഴിയിൽ നിലച്ച കോലളമ്പ് ഒളമ്പക്കടവ് പാലത്തിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തികൾ ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കും. രണ്ടാം ഘട്ട പ്രവൃത്തികൾക്കായി 31.12 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുമതിയായി. എടപ്പാൾ പഞ്ചായത്തിനെയും മാറഞ്ചേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് 607 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പാലത്തിന് 43.94 കോടി രൂപയാണ് അടങ്കൽ തുക. ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി പൈലിംഗ് നടത്തി പില്ലറുകൾ സ്ഥാപിച്ചെങ്കിലും മറ്റു ജോലികൾ നിലച്ചു. 12.82 കോടി രൂപയാണ് ഒന്നാം ഘട്ടത്തിൽ ചിലവിട്ടത്. പാലത്തിന്റെ സൂപ്പർ സ്ട്രക്ചർ ജോലികളും ഇരുവശത്തുമുള്ള അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണവുമാണ് രണ്ടാം ഘട്ടത്തിൽ പൂർത്തീകരിക്കാനുള്ളത്. 96 ഗാർഡുകൾ, ഡെക്ക് സ്ലാബ്, ഇരുവശത്തും കൈവരികളോടുകൂടിയ നടപ്പാതകൾ, ടാറിംഗ് ജോലികൾ തുടങ്ങിയവയുമുണ്ട്. അപ്രോച്ച് റോഡുകൾ പാലത്തിന്റെ അതേ വീതിയിൽ തന്നെ നിർമ്മിക്കാനാണ് തീരുമാനം. 2019 ആരംഭിച്ച് 2 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഈ വേനൽക്കാലം അവസാനിക്കും മുന്നേ അവശേഷിക്കുന്ന പ്രവൃത്തികൾ 75% തീർക്കാനാണ് ശ്രമിക്കുന്നത്. പാല നിർമ്മാണം പുരോഗമിക്കുന്നതിനൊപ്പം തന്നെ തകർന്നു കിടക്കുന്ന പൂക്കരത്തറ ഒളമ്പക്കടവ് റോഡിന്റെ നവീകരണവും പൂർത്തിയാക്കും. റോഡിന്റെ നവീകരണത്തിനായി 4 കോടി രൂപയുടെ ഭരണാനുമതിയും ലഭിച്ചിട്ടുണ്ട്. NCV ന്യൂസ്, എടപ്പാൾ. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.